മഴ പെയ്തു തോർന്നൊരു കാലാവസ്ഥ. മുറ്റത്തതേ പരാതിയും പരിഭവങ്ങളും പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവൻ ഉമ്മറത്തുണ്ട്. ഇന്നത്തെ പരാതി വേറൊന്നുമല്ല, ഇവിടെ ഒരു ചെമ്മീന്റെ മണം അടിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. അടിക്കും, കാരണം ഇന്ന് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ടേ. അതിൽ നിന്നൊരു രണ്ടെണ്ണം അവന് തിന്നാൻ ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്ക് ഉച്ചക്കത്തേക്ക് ഊണിന് നല്ലൊരു ചെമ്മീൻ മസാല ഉണ്ടാക്കി എടുക്കാന്ന് വിചാരിച്ചു. എനിക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒന്നാണ് ചെമ്മീൻ. അതും മസാലയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറിന് കൂട്ടാനായിട്ട് വേറൊരു കൂട്ടിന്റെ ആവശ്യമേ ഇല്ല. ഒരു കപ്പ് ചെമ്മീൻ മസാല കൊണ്ട് ഒരു പറ ചോറുണ്ണു. എന്നാ പിന്നെ നമുക്ക് അധികം വൈകിക്കാതെ പാചകത്തിലോട്ട് കടക്കാം. കുനുകുനെ അരിഞ്ഞിട്ടുള്ള സവാളയും തക്കാളിയും നമുക്കൊരു ഭാഗത്തോട്ടേക്ക് മാറ്റിവെക്കാം. ചെമ്മീൻ മസാലയുടെ രുചിയുടെ ഏറ്റവും വലിയ രഹസ്യം കൂടുതൽ വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. ആ രുചിയുടെ നിലവാരം കൂട്ടാനായിട്ട് നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടി ചേർക്കാം. പാചകത്തില് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഭാഗമാണ് ഈ പറയുന്ന കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുന്നതും തൊലി കളയുന്നതും. അപ്പോഴേക്കും ചെമ്മീനൊക്കെ ഒരു വിധം ഇരുന്ന് നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ചെമ്മീൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഏറ്റവും കഷ്ടപ്പാടുള്ള ഭാഗമാണ് ചെമ്മീൻ നന്നാക്കി എടുക്കല്. ഒരു കവർ ചെമ്മീൻ നന്നാക്കി എടുത്താൽ 1/4 കവർ തികച്ചുണ്ടാവില്ല. ഞാൻ നോക്കുമ്പോ ഇവിടെ ഒരുത്തൻ വായി നോക്കുന്നു, അവിടെ ഒരുത്തി മൈൻഡ് ആക്കാതെ ഇരിക്കുന്നു. വീണ്ടും വീണ്ടും നാണം ഇല്ലാതെ അവൻ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു അഹങ്കാരി തിരിഞ്ഞു നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇടക്ക് നമ്മുടെ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നുണ്ടല്ലേ. നന്നാക്കിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചതച്ചാലും മതി. ഞാൻ ഇവിടെ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി മസാല ഉണ്ടാക്കുന്നതിന് മുൻപേ നന്നാക്കിയ ചെമ്മീനിലോട്ട് മുളകുപൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി തേച്ച് കുറച്ച് വെള്ളവും മിക്സ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെക്കാം. അങ്ങനെ ചതച്ചു വെച്ച നമ്മുടെ അരപ്പും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം ചെമ്മീൻ മസാലയിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയായി. ഇനി ഇതിന്റെയൊക്കെ പെർഫോമൻസ് കാണിക്കാനായിട്ട് ഒരു സ്ഥലം വേണ്ടേ? ആഹാ, ദേ ഇരിക്കുന്നു നമ്മുടെ പാൻ. ഇന്ന് നമുക്ക് ഇവനെ എടുത്തിട്ട് കുക്ക് ചെയ്യാം. മൺചട്ടിയിൽ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി രുചി. പക്ഷെ നമ്മുടെ മൺചട്ടിയിൽ വേറൊരു മീൻകറി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. കഴുകാനുള്ള മടി കാരണം ഞാൻ വിചാരിച്ചു രുചി ഇത്തിരി കുറഞ്ഞാലും വേണ്ടിയില്ല. പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിക്കും. അധികം എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല, ഒരു 3-4 സ്പൂൺ ഒഴിക്കും. അതിലോട്ട് ചതച്ച നമ്മുടെ ഐറ്റംസ് എല്ലാം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിന്റെ ഒരു പച്ചമണം മാറുന്നത് വരെ. ആ സമയത്ത് ഒരിക്കലും നമ്മൾ തീ കൂട്ടി വെക്കാൻ പാടില്ല. കൂട്ടി വെച്ചാല് പെട്ടെന്ന് കരിഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട്. ഇനി പാചകത്തില് എനിക്ക് ഇഷ്ടമല്ലാത്ത രണ്ടാമത്തെ കാര്യം ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ആശാനായിട്ടുള്ള സവോള എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. എങ്ങനെയായാലും ചെമ്മീന്റെ രുചി പകർന്ന മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതിവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് മസാല എത്ര ഉണ്ടാക്കിയാലും ഇവിടെ ആർക്കും തികയാറില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഏകദേശം 5 ഉള്ളിയാണ് കുനുകുനേനെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കും എത്ര മസാല വേണം അതിനനുസരിച്ചുള്ള ഉള്ളി എടുക്കാട്ടോ. ഇനി അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് നന്നായി വഴണ്ടു വരും. ഇനിയാണ് നമ്മുടെ മസാലപ്പൊടികൾ ചേർക്കേണ്ടത്. ഞാനിവിടെ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർക്കുമ്പോൾ അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ സവാള വാട്ടുന്ന സമയത്തും ചെമ്മീൻ വേവാൻ വെച്ച സമയത്തും അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉപ്പ് വല്ലാണ്ട് ഏറിപ്പോയിട്ട് അതിന്റെ എല്ലാ ടേസ്റ്റും അങ്ങോട്ട് പോയി കിട്ടും. ഇനി ഇട്ട മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ കീറിയ 2 പച്ചമുളകും കൂടി ഇടാം. വീണ്ടും പഴയ പരിപാടി തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുക. ഇപ്പോഴൊക്കെ ഏകദേശം മസാലയുടെ മണമൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇനി അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. പൊടികളും മസാലകളൊക്കെ നന്നായി യോജിച്ച് വെന്ത് ഒന്ന് സെറ്റായി വരാനുള്ള സമയവും നമുക്ക് കൊടുക്കാം. ആ നേരം കൊണ്ട് അടുപ്പത്ത് കിടക്കുന്ന ചെമ്മീൻ എന്തായി എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. അത് അവിടെ കടന്ന് കരിഞ്ഞോ എന്തോ ആവോ. കരിഞ്ഞിട്ടൊന്നുമില്ല, ആശാൻ ഇവിടെ വെള്ളമൊക്കെ വറ്റി ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. എന്നാലും എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഈ ചെമ്മീൻ എന്താ വെന്ത് വരുമ്പോ ഉരുണ്ട് വരുന്നത്, ആർക്കേലും അറിയോ? പിന്നെ മുളക് പൊടിയുടെ കാര്യത്തിലും ഒരു തീരുമാനമൊക്കെ ആവാട്ടോ. കാരണം നമ്മൾ ഇതിലും നന്നായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മസാലയിൽ പൊടി കൂടിയിട്ടുണ്ടെങ്കിൽ എരിവ് കൂടാനും സാധ്യതയുണ്ട്. അങ്ങനെ 3/4 വെന്ത ചെമ്മീനും 3/4 വെന്ത മസാലയും തമ്മിൽ യോജിക്കുന്ന ഒരു സമയമാണിത്. അതെ ഗൈസ്, മസാലയിലോട്ട് നമുക്ക് വേവിച്ച ചെമ്മീൻ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് മൂടി വേവിക്കാനായിട്ട്. ആ ഒരു സമയം കൊണ്ടാണ് ചെമ്മീനിലുള്ള എല്ലാ ഫ്ലേവറും ആ ഒരു മസാലയിലോട്ട് ചേർന്ന് വരികയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പറ്റാവുന്ന അത്രയും നന്നായിട്ട് ഈ മസാലയും ചെമ്മീനൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചെമ്മീൻ ഇങ്ങനെ ചെയ്താലും നല്ല സ്വാദാണ്. അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ അതും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് കൂടുതലും ഇഷ്ടം ഈ ഒരു പ്രോസസ്സിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി പച്ചമുളകും മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് എടുത്തുകൊണ്ട് എനിക്ക് അത്യാവശ്യം എരിവുണ്ട്. കുരുമുളകിൻ്റെ ആവശ്യമില്ല. പക്ഷേ എല്ലാം കുറച്ച് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക്
കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കറിവേപ്പില പറിച്ചുകൊണ്ട് വരാം. ഉമ്മാൻ്റെ കറിവേപ്പിലൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് പറയുക, മുരടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞതിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും മഴക്കാലമായതുകൊണ്ട് പഴയതുപോലെ ഉഷാറിൽ പൊന്തി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥയും ഏകദേശം മഴ പെയ്യാറായിട്ടൊരു മട്ടിലാണ്. അപ്പോൾ ഇതൊന്ന് ചൂടോടെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കാം. ആഫ്റ്റർ 5 or 6 minutes ആ ഒരു മൂടി തുറക്കുമ്പോൾ വരുന്നൊരു സ്മെല്ലുണ്ട് എൻ്റെ പൊന്നോ, അതൊരു വല്ലാത്ത സ്മെല്ലാണ്. എനിക്ക് ഉച്ചക്കൊരു 2-3 മണിയാകുമ്പോഴാണ് ഉച്ചക്കത്തെ ലഞ്ച് കിട്ടേണ്ടത്. അപ്പോഴേക്കും എനിക്ക് വിശക്കുള്ളൂ. പക്ഷേ ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു 12 മണി തൊട്ടേ വിശപ്പായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്തു, ഏകദേശം ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ നമ്മുടെ ചെമ്മീൻ മസാല ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് വികാരത്തോടു കൂടി കഴിക്കേണ്ട വിധം കൂടി ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും കൊടുക്കാനുള്ള പങ്കൊക്കെ വേഗം അവരുടെ പ്ലേറ്റിലോട്ട് കൊടുത്തിട്ട് ഈ വരുന്ന ചട്ടിയിൽ നമ്മുടെ ചെമ്മീൻ മസാലയൊക്കെ വെച്ചിട്ട് അതിലോട്ട് ചൂടുള്ള 1-2 കയ്യിൽ ചോറും ഇട്ട് നന്നായിട്ട് കുഴച്ച് പെരട്ടിയിട്ട് അതിങ്ങനെ ഉരുളയായിട്ട് എടുത്ത് വായിൽ വെച്ചാൽ